ഹായ് ഓൾ, വെൽക്കം ടു സിവിലിയൻ അറ്റ് ഹോം. PSC കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഈയിടെയായി കണ്ടുവരാറുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് IS കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. സോ ഒരു ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇതിനെ നേരിടാം എന്നതും പുതിയൊരു വെഞ്ചറുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ തുടങ്ങാം. ഞാൻ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. സിവിലിയൻ അറ്റ് ഹോമിന്റെ തന്നെ ഒരു ബ്ലോഗ് പേജ് ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. civilian@home.wordpress.com എന്നാണ് ബ്ലോഗ് പേജിന്റെ ID. ഇത് ഒരു സിവിൽ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് അത്യാവശ്യം വേണ്ട IS കോഡുകൾ ആയിക്കോട്ടെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ലോസ് ആയിക്കോട്ടെ, പബ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഇവൻ സർവേയുടെ, ബിൽഡിംഗ് മെറ്റീരിയലിന്റെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ, RCCയുടെ തുടങ്ങിയ പബ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, നെറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന പ്രോപ്പർ പബ്ലിക്കേഷൻസ് അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം IS കോഡ് പഠിക്കുക എന്നത് തന്നെ ആയതിനാൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പേജ് ഓപ്പൺ ആകുമ്പോൾ തന്നെ IS നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ പോലെ കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ആ പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. ആ പേജിന്റെ പർട്ടിക്കുലർ പേജിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. IS നാവിഗേറ്ററിലൂടെ കയറി വരുന്നത് മറ്റൊരു ബ്ലോഗ് പേജിലോട്ട് തന്നെയാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നു IS കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകളും അവ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതിന്റെ ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു ബ്ലോഗ് 3 തരത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് IS കോഡ് പഠിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം, അതിനു വേണ്ടിയിട്ട്. മറ്റൊന്ന്, പ്രോപ്പർ IS കോഡുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഡുകൾ ഉപയോഗിക്കാം എന്നർത്ഥം. ഇതാണ് ഈ ബ്ലോഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും IS കോഡ് പഠിക്കുക എന്നത് തന്നെ. എനിവേ, ഞാൻ ഇനി എങ്ങനെ പഠിക്കണം എന്ന രീതിയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. IS കോഡ് ഞാൻ ആദ്യം ഈ ബ്ലോഗ് പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒരു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ വെബ്സൈറ്റിലേക്ക് പോകുന്ന ലിങ്കാണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ട് മാത്രം പബ്ലിഷ് ചെയ്തേക്കുന്ന കോഡുകളുടെ എണ്ണം 1846 എനിവേ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡിവിഷനിലേക്ക് കയറാം. കാണാം, ഓരോ കമ്മിറ്റി, ഓരോ സബ്ജക്റ്റുകളായിട്ട് കോഡുകളെ തരംതിരിച്ചിട്ടുണ്ട്. ടോട്ടൽ ഓഫ് 36 സബ് ഡിവിഷൻസ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇതിൽ തന്നെ ഓരോ സബ്ജക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കോഡുകൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതും തൊട്ട് സൈഡിൽ കാണാം. ടോട്ടൽ ഓഫ് 1846 കോഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പല കോഡുകളും കട്ടായി, പല കോഡുകളും പുതിയതായി രൂപപ്പെട്ടു. ടോട്ടൽ ഓഫ് 1846 കോഡുകളാണ് നിലവിലുള്ളത്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയധികം പഠിക്കുക എന്നത് അപ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് എന്റെ ബ്ലോഗിലേക്ക് വരട്ടെ. ടോട്ടൽ നമ്പർ ഓഫ് 1846 കോഡൽ പ്രൊഫഷൻസ് ആണ് ഒരു സിവിൽ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിർണ്ണയിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും തരംതിരിച്ചെടുത്ത 70 കോഡുകളാണ് ഞാൻ ഈ ഒരു പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് 70 IS കോഡ്, IRC ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ കോഡുകൾ, ഹാൻഡ് ബുക്കുകൾ, SP എന്ന രീതിയിലായിരിക്കും ഹാൻഡ് ബുക്കുകൾ എപ്പോഴും പറയാറ്. ഇവയെല്ലാമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ലിങ്കുകളും അതിനോടൊപ്പം കൂടുതൽ കോഡുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്കുള്ള ലിങ്കുകളും ഇതിൽ കാണാം. ഞാൻ എല്ലാം ഒന്ന് വിശദമായി പറഞ്ഞു തരാം. പഠിക്കേണ്ട രീതിയും ഇതിനോടൊപ്പം പറയാം. സോ IS കോഡ് തുടങ്ങാം. പ്രധാനമായും IS കോഡ്, കോമൺ കോഡ് എന്നറിയപ്പെടുന്നത് IS 456/2000 പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോഡ് ഓഫ് പ്രാക്ടീസ് ആണ്. അത് ലാസ്റ്റ് ആയിട്ട് അമെന്റ്മെന്റ് നടന്നത് 5th അമെന്റ്മെന്റ് നടന്നത് ജൂലൈ 2019 അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ലിങ്കും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 കോഡുകളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ അമെന്റ്മെന്റിന്റെ കാര്യം. അതിനുശേഷം വരുന്ന SP എന്ന് സൂചിപ്പിക്കുന്നത് ഹാൻഡ് ബുക്കിനെയാണ്. ഹാൻഡ് ബുക്ക് എക്സ്പ്ലനേറ്ററി ഹാൻഡ് ബുക്ക് ആണ്. ഏതിന്റെ എക്സ്പ്ലനേഷൻ നൽകുന്നു? IS 456 എക്സ്പ്ലനേറ്ററി ഹാൻഡ് ബുക്ക് ആണ്. ആ കോഡ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. SP 24/1983. IS 456 പഠിച്ച സ്ഥിതിക്ക് IS 457 ഒന്ന് പഠിക്കണം. നോർമൽ ഡിസൈന് വേണ്ടി അല്ലെങ്കിൽ നോർമൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് IS 456 എങ്കിൽ മാസീവ് കൺസ്ട്രക്ഷൻ ലൈക്ക് ഡാം, മാസീവ് സ്ട്രക്ചർ, അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഡാണ് IS 457/1957. എനിവേ, ഈ ഒരു കോഡിൽ IS 456 പറഞ്ഞിട്ടുള്ള കോഡുകളെല്ലാം കൂടെ ആണ് ഞാൻ ആദ്യം ക്രോഡീകരിച്ചത്.
അതിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇരിക്കുന്ന കുറെ കോഡുകൾ കൂടെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതാണ് ഇതിന്റെ സംക്ഷിപ്ത രൂപം. എനിവേ തുടങ്ങാം. IS കോഡ് 456 രൂപീകരിച്ചിരിക്കുന്നത്, അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് സം അതർ കോഡ് ഉപയോഗിച്ചിട്ടാണ്. ആ കോഡുകൾ നിർബന്ധമില്ല പഠിക്കാനായിട്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, IS കോഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 456 2000 എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രം സം കോഡ്. അത് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് കോഡ്, അതുപോലെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡുകൾ. അത് പ്രകാരമാണ് IS 456 എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് രൂപീകരിച്ചിരിക്കുന്നത്. അത് സ്കിപ്പ് ആക്കിയാലും അധികം വിഷയമില്ല. ശരി, ഇനി രണ്ടാമത്തെ ഈ ഒരു ബ്ലോഗിന്റെ പ്രത്യേകതയിലേക്ക് കയറാം. രണ്ടാമത്തെ ഇതിന്റെ പ്രത്യേകത ടോപ്പിക് വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡുകൾ തിരിച്ചിട്ടുണ്ട് എന്നതാണ്. ടൈപ്പ് ഓഫ് സിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകളാണ് ഞാൻ ആദ്യത്തെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് ഞാൻ കൂടുതലായും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. IS 269 33 ഗ്രേഡ്, IS 8112 43 ഗ്രേഡ്, IS 12269 53 ഗ്രേഡ്. പിന്നീട് അങ്ങോട്ടുള്ള കോഡുകളെല്ലാം ഞാനൊരു അസെൻഡിങ് ഓർഡറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കോഡുകൾ ഞാൻ ആദ്യം തന്നെ ഓറിയന്റ് ചെയ്തു. അതിനുശേഷം ഒരു അസെൻഡിങ് ഓർഡറിലായിരിക്കും കോഡുകളുടെ ക്രമീകരണം എന്നത്. 456ഉം 457ഉം പഠിച്ച സ്ഥിതിക്ക് IS 455 പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്, IS 1489 പോസ്ലാന പോർട്ട്ലാൻഡ് സിമെന്റ് ഫ്ലൈ ആഷ് ബേസ്ഡ് ആയിട്ട്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ബ്ലാസ്റ്റ് ഫർണസ് സിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡും ഇത് തന്നെയാണ്, IS 1489. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 8041, വൈറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ് 8042, ഹൈഡ്രോഫോബിക് സിമെന്റ് 8043. അപ്പോൾ ആ റിലേഷൻ രീതിയിൽ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. എന്റെ ഇന്നത്തെ ക്ലാസിന്റെ ഉദ്ദേശം കോഡ് ആയിട്ട് ഈ ബ്ലോഗ് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഈ അടുത്തായിട്ട് നടന്ന PSC എക്സാമിൽ ചോദിച്ചിരുന്ന ഒരു കോഡാണ് IS 12600 1989 ലോ ഹീറ്റ് സിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്. ശരി, സിമെന്റ് കഴിഞ്ഞു. ഇനി വേണ്ടത് അഗ്രിഗേറ്റിന്റെ കോഡുകളാണ്. അഗ്രിഗേറ്റ് IS 383 2006 കോസ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ഫോർ കോൺക്രീറ്റ് സ്പെസിഫിക്കേഷൻ റിലേറ്റ് ചെയ്യുന്ന കോഡാണ് IS 383. 2016 ആണ് റിവൈസ് ചെയ്ത് എഡിഷൻ ഇറക്കി. ആ കോഡും 1970 കോഡും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് IS 650 സ്പെസിഫിക്കേഷൻ ഫോർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ്, IS 2386. IS 383 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് IS 2386 ആണ്. കാരണം ഈ കോഡ് റിലേറ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ഫോർ അഗ്രിഗേറ്റിനെ പറ്റിയിട്ടാണ്. ഈ കോഡിൽ ടോട്ടൽ 9 പാർട്ടാണുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 6 പാർട്ട് ഞാനിവിടെ എടുത്തെഴുതി. സോ പാർട്ട് 1 സൂചിപ്പിക്കുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, പാർട്ട് 2 എസ്റ്റിമേഷൻ ഓഫ് ഡിലിറ്ററിയസ് മെറ്റീരിയൽ, പാർട്ട് 3 സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി, വോയിഡ്, അബ്സോർപ്ഷൻ ആൻഡ് ബൾക്കിംഗ്, പാർട്ട് 4 മെക്കാനിക്കൽ പ്രോപ്പർട്ടി, പാർട്ട് 5 സൗണ്ട്നെസ്, പാർട്ട് 6 മെഷറിംഗ് മോട്ടാർ മേക്കിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്നിങ്ങനെയാണ്. ആക്ച്വലി കോഡ് ഏതാണ്, കോഡിന്റെ പാർട്ട് ഏതാണെന്ന് വരെ PSCയുടെ ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറെ പ്രധാനപ്പെട്ട കോഡുകളുടെ പാർട്ടുകളും ഞാൻ ഈ ഒരു ബ്ലോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ IS 2386 മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ആണെങ്കിൽ IS 2430 സാമ്പിളിംഗ് ഓഫ് അഗ്രിഗേറ്റിനെ റിലേറ്റ് ചെയ്യുന്നു. ശരി, സിമെന്റ് കഴിഞ്ഞു, അഗ്രിഗേറ്റ് കഴിഞ്ഞു. ഇനി കാണാനുള്ളത് സ്റ്റീലിന്റെ കോഡുകളാണ്. സ്റ്റീലിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡുകൾ മാത്രം പറയുന്നു. IS 432 1982 സ്റ്റീൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. അതിൽ തന്നെ 2 പാർട്ട്. നമുക്കറിയാവുന്ന പോലെ സ്റ്റീലിന്റെ ടൈപ്പ് ആയിട്ടുള്ള പാർട്ട് 1ൽ പറയുന്നത് ടൈപ്പ് ആയിട്ടുള്ള മൈൽഡ് സ്റ്റീൽ ആൻഡ് മീഡിയം ടെൻസൈൽ ബാറിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഹൈ സ്ട്രെങ്ത് ഡീഫോമബിൾ ബാറിനെ പറ്റി പറയുന്ന കോഡ് IS 1786 2008 ആണ്. അതും ഓർക്കണം. പാർട്ട് 2 ആണെങ്കിൽ സ്പെസിഫിക്കേഷൻ ഫോർ ഹാർഡ് ഡ്രോൺ സ്റ്റീൽ വയറിനെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റീൽ ബാറുകളെ പറ്റി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജനറൽ കൺസ്ട്രക്ഷൻ ഇൻ സ്റ്റീലാണ്. ജനറൽ കൺസ്ട്രക്ഷൻ ഇൻ സ്റ്റീലാണ് IS 800. കൺസ്ട്രക്ഷൻ ഇൻ സ്റ്റീലിൽ തന്നെ IS 808ൽ പറയുന്നത് ഹോട്ട് റോൾഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബീം, കോളം, ചാനൽ, ആംഗിൾ സെക്ഷന്റെ ഡയമെൻഷൻസ് റിലേറ്റഡ് ആണ് IS 808 എന്ന് പറയുന്ന കോഡ്. നേരത്തെ കണ്ടത് ബാറുകളാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് സ്ട്രക്ചറുകൾ റിലേറ്റഡ് ആയിട്ടാണ്. IS 2062 റിലേറ്റഡ്
ഹോട്ട് റോൾഡ് മീഡിയം ആൻഡ് ടെൻസൈൽ സ്ട്രക്ചറൽ സ്റ്റീലിനെ പറ്റിയിട്ടാണ്. IS 2520 കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ബെൻഡിങ് ആൻഡ് ഫിക്സിംഗ് ഓഫ് ബാർ എന്ന റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. വെൽഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് IS 2751. ഹാൻഡ് ബുക്കുകളെ സൂചിപ്പിക്കുന്നു SP 34. റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ഡീറ്റെയിലിംഗിന് വേണ്ടിയിട്ടും SP 6. ഹാൻഡ് ബുക്ക് ഫോർ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുമാണ് എന്ന് ഓർക്കണം. ശരി, സിമെന്റ് കണ്ടു, അഗ്രിഗേറ്റ് കണ്ടു, സ്റ്റീൽ കണ്ടു. ഇനി കാണേണ്ടത് കോൺക്രീറ്റിനെ പറ്റിയിട്ടാണ്. കോൺക്രീറ്റിന്റെ ടെസ്റ്റിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് IS 516. സാമ്പിളിംഗ് ആൻഡ് അനലൈസിസ് ഓഫ് കോൺക്രീറ്റ് IS 1199. പ്രീ സ്ട്രസ്ഡ് കോൺക്രീറ്റുകളെ റിലേറ്റ് ചെയ്യുന്ന കോഡാണ് IS 1343. അങ്ങനെ റെഡി മിക്സുകളെ റെപ്രസെന്റ് ചെയ്യുന്ന കോഡാണ് IS 4926. IS 3431 ആയിക്കോട്ടെ ഗ്ലോസറി ടേംസ് റിലേറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ സിമെന്റ്, അഗ്രിഗേറ്റ്, കോൺക്രീറ്റ്, പ്രീ സ്ട്രസ്ഡ് കോൺക്രീറ്റ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലോസറി ടേംസുകൾ റിലേറ്റ് ചെയ്യുന്ന കോഡാണ് IS 6461 എന്ന് പറയുന്നത്. ഇതിൽ ടോട്ടൽ ഓഫ് 12 പാർട്ടുകളാണുള്ളത്. ഈ 12 പാർട്ടുകളിലായിട്ട് ഓരോ പാർട്ടിലും ഓരോ മെറ്റീരിയലിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലോസറി ടേംസ് ആണ് റിലേറ്റ് ചെയ്യുന്നത്. അഡ്മിക്സർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ് IS 9103. IS 3370 ലിക്വിഡ് സ്റ്റോറേജ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണ്. അതും ഒരു തവണ ചോദ്യം വന്നിട്ടുള്ളതാണ്. മിക്സ് ഡിസൈൻ റിലേറ്റ് ചെയ്യുന്നതാണ് IS 10262. ഹാൻഡ് ബുക്ക് ആയിട്ടുള്ള 23 കോൺക്രീറ്റ് മിക്സുകൾ റിലേറ്റ് ചെയ്യുന്ന ഹാൻഡ് ബുക്ക് ആണെന്ന് നോക്കുക. അപ്പൊ കോൺക്രീറ്റിന്റെ കോഡുകൾ കണ്ടു. ഇനി കോൺക്രീറ്റിന്റെ ടെസ്റ്റിംഗുകളിലേക്ക് വരാം. ടെസ്റ്റിംഗ് റിലേറ്റഡ് കോഡ് IS 5513. വിക്കറ്റ് അപ്പാരറ്റസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് IS 5514. ലൈഷാൻഡർ അപ്പാരറ്റസ് റിലേറ്റഡ് ആയിട്ട് IS 5515. സ്പെസിഫിക്കേഷൻ ഫോർ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് IS 5816. സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്തിനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. IS 13311 അത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഓഫ് കോൺക്രീറ്റ് റിലേറ്റഡ് ആണ്. അൾട്രാസോണിക് പൾസ് വെലോസിറ്റിയും റീബൗണ്ട് ഹാമർ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് IS 13311 ഇനി കോൺക്രീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കോഡുകൾ കൂടി നോക്കാം. IS 4925. സ്പെസിഫിക്കേഷൻ ഫോർ ബാച്ചിങ് ആൻഡ് മിക്സിംഗ് IS 4082. സ്റ്റോക്കിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. മുമ്പോട്ട് പോകുമ്പോൾ മേസണറി റിലേറ്റഡ് കോഡുകൾ കാണാം. മേസണറി, കോൺക്രീറ്റും കണ്ടു. ഇനി മേസണറി റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്, അതിലും ചില കോഡുകൾ മാത്രം ഞാൻ ഉൾക്കൊള്ളിച്ചു. IS 712. സ്പെസിഫിക്കേഷൻ ഫോർ ബിൽഡിംഗ് ലൈം റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. IS 1077 ബ്രിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. ബേൺഡ് ക്ലേ ബ്രിക്ക് സ്പെസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. ഇനി ബ്രിക്ക് വർക്കുകൾ വരുമ്പോൾ IS 2212. അതെല്ലാം മേസണറി ഉൾക്കൊണ്ടിരിക്കുന്നതല്ലേ, അതുകൊണ്ട് അതെല്ലാം കൂടെ ഞാൻ ചേർത്ത് എഴുതി എന്ന് മാത്രം. IS 2250 പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് മേസണറി മോട്ടാർ. IS 3495 ടെസ്റ്റിംഗ് ഓഫ് ബ്രിക്കുകളെ പറ്റിയിട്ടാണ്. അങ്ങനെ ഓരോന്നും ഞാൻ എല്ലാം പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കോഡുകളെല്ലാമാണ് ഞാൻ രേഖപ്പെടുത്തി. ഇൻ അഡീഷൻ ടു ഞാൻ ചേർത്തിട്ടുണ്ട് പ്ലാസ്റ്ററിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്, ടിംബർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ. ഇനി നോക്കിക്കേ, ഞാൻ ഈ ബ്ലോഗിന്റെ മൂന്നാമത്തെ പ്രത്യേകതയിലേക്ക് വരാം. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത IS കോഡുകൾ പഠിക്കുക എന്നത് തന്നെ. രണ്ടാമത്തത് ഓരോ കോഡിലേക്കും ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ പ്രത്യേകത, കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എക്സസ് ആയിട്ട് ഒരു ലിങ്ക് കൂടെ പ്രൊവൈഡ് ചെയ്തു. റിലേറ്റഡ് കോഡുകളെല്ലാം കൂടെ ഞാൻ ഒന്ന് ക്രോഡീകരിച്ചു എന്ന് മാത്രം. അതിലേക്ക് കയറുന്നില്ല, നമുക്ക് തിരിച്ചു വരാം. മെഷീനറി കൺസ്ട്രക്ഷൻ, അങ്ങനെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇനി ലോഡിംഗ് കണ്ടീഷനിലേക്ക് വരാം. ലോഡിംഗ് കണ്ടീഷനിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് IS 875 റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. അതിലും ഓരോ പാർട്ടുണ്ട്, 5 പാർട്ടുകളാണ് അതിലുള്ളത്. ഒരു തവണ ഒരു MCQയിൽ ചോദിച്ചിട്ടുണ്ട് IS 875 എത്ര പാർട്ടുകൾ ഉണ്ട് എന്ന്. ആൻസർ 5 ആണ്. ഓരോ പാർട്ടും റിലേറ്റ് ചെയ്യുന്നത് ഓരോ ലോഡിംഗ് കണ്ടീഷനെയാണ്. ഡെഡ് ലോഡ് റിലേറ്റ് ചെയ്യുന്നത് പാർട്ട് 1, സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് റിലേറ്റ് ചെയ്യുന്നത് പാർട്ട് 2, വിൻഡ് ലോഡ് പാർട്ട് 3, സ്നോ ലോഡ് പാർട്ട് 4, സ്പെഷ്യൽ ലോഡിംഗ് ആൻഡ് ലോഡ് കോമ്പിനേഷൻ പാർട്ട് 5. എർത്ത് കേക്ക് പറഞ്ഞിട്ടില്ല. എർത്ത് കേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിസൈൻ കോഡും ഡിസൈൻ കൺസ്ട്രക്ഷനും ഉണ്ട്. എർത്ത് കേക്ക് സ്പെഷ്യൽ ആയിട്ട് പറയുന്നു, ഡിസൈനും പറയുന്നുണ്ട്, കൺസ്ട്രക്ഷൻ കോഡും പറയുന്നുണ്ട്. IS 1893 ക്രൈറ്റീരിയ ഫോർ എർത്ത് കേക്ക് റെസിസ്റ്റന്റ് ഡിസൈൻ. IS 4326 എർത്ത് കേക്ക് റെസിസ്റ്റന്റ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷനെ പറ്റി പറയുന്നു. ഡക്റ്റൈൽ ഡീറ്റെയിലിംഗ് പറയുന്നത് IS 13920 ആണ്. ഞാൻ പറഞ്ഞു, ഈ ബ്ലോഗ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ക്ലാസ് ആയി ഇതിനെ കാണാം.
ബിക്കോസ് ഈ ബ്ലോഗ് നിങ്ങളുടെ ഫോണിൽ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ആവുന്നു. സോ ഇനി നോക്കാനുള്ളത് മെഷർമെന്റ്സും ഡ്രോയിങ്സും റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ ചേർത്തതാണ് ഈ മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. IS 696 ഏറ്റവും കൂടുതലും കേട്ട് കണ്ടിട്ടുള്ള ഒരു കോഡാണ് IS 696 കോഡ് റിലേറ്റഡ് ആയിട്ട് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ജനറൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന്. പക്ഷെ ഇത് ആക്ച്വലി ക്യാൻസൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള കോഡുകൾ നോക്കാം. IS 1200 മെഷർമെന്റ് ഓഫ് വർക്കുകളെ പറ്റിയിട്ടാണ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. എന്ന് വെച്ചാൽ ഓരോ വർക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ്, എർത്ത് വർക്ക്, കോൺക്രീറ്റ് വർക്ക്, ബ്രിക്ക് വർക്ക്, സ്റ്റോൺ മേസണറി, ഫോം വർക്ക്, റിഫ്രാക്ടറി വർക്ക്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡുകളും ഉണ്ട്. പക്ഷേ ഇത്രയും മാത്രമല്ല, ടോട്ടൽ ഓഫ് 28 കോഡുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ ചേർക്കുന്നു. ടോട്ടൽ ഓഫ് 70 കോഡുകളാണ് ഉള്ളത്. അത്രയും ഭാഗം സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. നോക്കാം. പ്ലിന്ത് മെഷർമെന്റ് കാർപ്പറ്റ് റെന്റബിൾ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള കോഡുണ്ട് IS 3861. ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷനിങ് ആൻഡ് ടെക്നിക്കൽ ഡ്രോയിങ് IS 11669. പരസ്പരം റിലേറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. SP ഹാൻഡ് ബുക്ക് 27 ഹാൻഡ് ബുക്ക് ഓഫ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് ബിൽഡിംഗ് വർക്ക്. SP 46 പ്രാക്ടീസ്, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. SP 46 എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ് ഫോർ സ്കൂൾ ആൻഡ് കോളേജ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു MCQ. ശരി, ഇതിൽ ഒന്നും പെടാത്ത 2-3 എക്സ്ട്രാ കോഡുകൾ കൂടെ, അതായത് ഫയർ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ IS 1641. എക്സ്ട്രാ കോഡായിട്ട് IS കോഡ് 14534. ഗൈഡ് ലൈൻ ഫോർ റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക്കും ഞാൻ ചേർത്തിട്ടുണ്ട്. സോയിൽ ജിയോ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് 2 മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. IS 2720 ടെസ്റ്റിംഗ് ഓഫ് സോയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്. ടോട്ടൽ ഓഫ് 33 പാർട്ട് ആണ് അതിനുള്ളത്. IS 1940 ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ ഇൻ സോയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ് IS 1940. ഇത് 2 മാത്രം ഞാൻ ഇവിടെ പറയുന്നു. എക്സ്ട്രാ ആയിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. എക്സസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്രൊവിഷൻ നൽകി എന്ന് മാത്രം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ വെബ് പേജിലേക്ക് ഞാൻ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തു എന്ന് മാത്രം. ഇവിടെ കാണാം ഓരോ കോഡും അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IS ടൈറ്റിൽസും. 126 കോഡുകളാണ് സോയിൽ റിലേറ്റഡ് ആയിട്ട് കാണുന്നത്. തിരിച്ചു വരാം, ബാക്കി കൂടെ നോക്കാം. പബ്ലിക് എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്, പബ്ലിക് എഞ്ചിനീയറിംഗ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡുകൾ ഞാൻ ചേർക്കുന്നു. IS 1127 ബേസിക് റിക്വയർമെന്റ് ഓഫ് വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ആൻഡ് സാനിറ്റേഷൻ. IS 2035 വാട്ടർ സപ്ലൈ ഇൻ ബിൽഡിംഗ്. IS 2420 ഇൻസ്റ്റലേഷൻ ഓഫ് സെപ്റ്റിക് ടാങ്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് ഓഫ് പ്രാക്ടീസ് ആണ്. IS 3025 മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ഓഫ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ. ഇത് രണ്ടും സാമ്പിളിങ്ങും ടെസ്റ്റിങ്ങും ആണ് IS കോഡ് 3025 റിലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഓഫ് 71 പാർട്ടാണ് അതിലുള്ളത്. അതിൽ ചില പാർട്ടുകൾ മാത്രം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് എഴുതി, കാരണം സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലോറൈഡിന്റെ. പാർട്ട് 32 ആണ് എന്ന് ഓർക്കണം. ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ ഇൻസ്റ്റലേഷൻ ആണ് IS 7558 കാണുന്നത്. ശേഷം പബ്ലിക് എഞ്ചിനീയറിംഗിൽ തന്നെ വരുന്ന ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ. സ്ലോ സാൻഡ് ഫിൽട്ടർ മീഡിയ IS 11401. ക്ലോറിനേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ് IS 10553. സേഫ്റ്റി പ്രിക്കോഷൻ വെൻ എൻറ്ററിംഗ് സീവറേജ് സിസ്റ്റം ആണ് IS 11972. അതിന്റെ ഒരു ഹാൻഡ് ബുക്ക് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. IS കോഡുകൾ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് IRC വെച്ചിട്ടാണ് പറയാറുള്ളത്, ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. അതിലും ടോട്ടൽ ഓഫ് 5 എണ്ണം മാത്രമേ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. IRC 5 റോഡ് ബ്രിഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകളാണ്. IRC 37 ഫ്ലെക്സിബിൾ പേയ്മെന്റ്. IRC 58 റിജിഡ് പേയ്മെന്റ്. IRC 66 സൈഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്. IRC 66 കഴിഞ്ഞാൽ 67 റോഡ് സൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്. ഇവിടെയും ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു മറ്റൊരു ലിങ്കിലേക്ക്. അവിടെ കാണാം IRC റിലേറ്റഡ് ആയിട്ടുള്ള വിവിധങ്ങളായ കോഡുകൾ. പക്ഷെ അത് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ടോട്ടൽ ഓഫ് 235 കോഡുകളാണ് IRC റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇത് നേരത്തെ കണ്ട IS കോഡുകൾക്ക് ഉപരിയായിട്ട് കാണുന്നതാണ് എന്ന് ഓർക്കണം. തിരിച്ചു വരാം. പിന്നെ 2 എക്സസ് ആയിട്ടുള്ള കോഡുകൾ കൂടെ. ISO ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ 15392 സസ്റ്റൈനബിലിറ്റി ഇൻ ബിൽഡിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഡാണ്.
തൊട്ട് താഴെ കാണുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ അബ്രിവേഷൻ ആണ് SP ഹാൻഡ്ബുക്ക് 7/2016. അത് NBC നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന രീതിയിലും അറിയപ്പെടും. എനിവേ ഞാൻ പറഞ്ഞു IS കോഡ് 456 റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ബ്ലോഗ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എക്സസ് ആയിട്ട് കണ്ടതും കേട്ടതുമായിട്ടുള്ള കോഡുകൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. IS 456ൽ പേജ് നമ്പർ 2, 13, 77, 79 എന്നീ പേജുകളിലാണ് IS കോഡ് റിലേറ്റഡ് ആയിട്ട് പ്രോപ്പർ IS കോഡുകൾ ഏതൊക്കെയാണ് എന്നും കാണിക്കാറുള്ളത്. ഇത്രയുമൊക്കെയാണ് ഈ ബ്ലോഗിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും IS കോഡ് ഇത്രയും തോനെ പഠിക്കേണ്ട കാര്യമുണ്ടോ, 70 കോഡ് പഠിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ ചില ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്ത ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കാണാം. ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും. ഈവൻ IS കോഡ് എത്ര പാർട്ട് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. IS കോഡ് റിലേറ്റഡ് ഏത് കോഡ് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. IS 875 കണ്ടെയ്ൻസ് എത്ര നമ്പർ ഓഫ് കോഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. കൂടുതൽ ചോദ്യങ്ങളും കാണാറുള്ളത് ഏത് കോഡാണ് എന്ന് തിരഞ്ഞെടുക്കുക എന്നതായിരിക്കും. ഞാൻ പെക്യുലർലി പറഞ്ഞു ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് 70 IS കോഡുകൾ മാത്രമായി ഞാൻ ചുരുക്കിയത്. ശേഷം wordpress.comലെ ബാക്കിയുള്ള ലിങ്കുകൾ കൂടെ ഒന്ന് പരിചയപ്പെടാം. ബിൽഡിംഗ് ബൈലോസിനെ പറ്റിയിട്ടുള്ള ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നാഷണൽ ബിൽഡിംഗ് റൂളും ഉണ്ട്, മുനിസിപ്പൽ ബിൽഡിംഗ് കോഡും ഞാൻ പ്രൊവൈഡ് ചെയ്തു. കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളിൽ പ്രധാനമായിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള ഗസറ്റ് ബിൽഡിംഗ് KMBR ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ അമെന്റ്മെന്റ് 2020 സെപ്റ്റംബർ 24 റിലീസ് ചെയ്തു. ആ അമെന്റ്മെന്റും ഞാൻ ഉൾക്കൊള്ളിച്ചു. പിന്നീട് KMBR പഞ്ചായത്ത് റൂളും ഇതിൽ കാണാം. നാഷണൽ ബിൽഡിംഗ് റൂൾ റിലേറ്റഡ് ആയിട്ട് 2 കോഡുകളാണ് ഉള്ളത്. ഇതിൽ കുറച്ചുകൂടെ അപ്ഡേഷൻ വരുത്താനുണ്ട്, അത് വഴിയെ കാണാം. നാഷണൽ ബിൽഡിംഗ് റൂളിൽ വോളിയം 1, വോളിയം 2 എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചു. പ്രോപ്പർ ആയിട്ട് അതിന്റെ ലിങ്കുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ശരി, കാണാം ബാക്കിയുള്ള പബ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. പബ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു, ഇത് ഓൾറെഡി ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ലിങ്കുകൾ മാത്രമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വി ഡു നോട്ട് സപ്പോർട്ട് പൈറസി. പബ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ലിങ്ക് അണ്ടർ മെയിൻ്റനൻസിലാണ്. ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന പബ്ലിക്കേഷൻസ് മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്താം. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് റിലേറ്റഡ് ആയിട്ടുണ്ട്, കോൺക്രീറ്റ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന പബ്ലിക്കേഷൻസിന്റെ പ്രോപ്പർ ലിങ്കും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തു. അത് ഡയറക്റ്റ് ചെയ്യുന്നത് പ്രോപ്പർ അതാത് PDF ഫയലിലേക്ക് തന്നെയാണ്. സോ ഇത്രയുമാണ് ഈ ബ്ലോഗിനെ പറ്റി പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.